നമസ്കാരം. വിജിലൻസ് തത്തയെ പേടിച്ച് ഈ വഴി ആരും നടപ്പില്ല. ഈ ആഴ്ചത്തെ തരികിടകളുമായി ധിം തരികിടധോം തുടങ്ങാം. ഭയമാണ് ഈ ഭരണത്തിലും രാഷ്ട്രീയത്തിലും പ്രാമുഖ്യം നേടിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. IAS ഉദ്യോഗസ്ഥർക്ക് വിജിലൻസ് ഡയറക്ടറായ IPS ഉദ്യോഗസ്ഥന് ഭയം. വിജിലൻസ് ഡയറക്ടർക്ക് തൻ്റെ ഫോൺ ചോർത്തുന്നതായി ഭയം. പ്രതിപക്ഷ നേതാവിന് തന്നെ ആരോ കൊല്ലാൻ വരുന്നതായുള്ള ഫിയർ സൈക്കോസിസ്. മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങൾ വാടകയ്ക്കെടുത്തവർ കരിങ്കൊടിയുമായി നടക്കുന്നുവെന്ന തോന്നൽ. ഉമ്മൻചാണ്ടിയെ സോളാർ ഭൂതവും KM മാണിയെ ബാർക്കോഴ പ്രേതവും പിന്തുടരുന്നു. ഇതിനിടയ്ക്ക് ഒരു മന്ത്രിക്ക് മന്ത്രിസ്ഥാനം ബലി കൊടുക്കേണ്ടിയും വന്നു. ആകെക്കൂടി രാഷ്ട്രീയത്തിലെ മാടമ്പള്ളി തറവാട്ടിൽ എന്തോ ചിലത് നടക്കുന്നു. ഒരു മുறை വന്ന് പാരായോ പാരായോ. മാടമ്പിള്ളിലിടം നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ. പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ലതല്ല. അത് ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ട് മുതലേ. ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ. That means the allegation against me was hearsay. വേണ്ട, അടുത്തു വരണ്ട, കാരണവരെ കുത്തും. He had no direct contact. He did not give money. But in this case, he says that he has directly given the money. ഞാൻ ഇവിടുത്തെ ബന്ധുവാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. എന്റെ മേത്ത് കയറി കളിച്ചിട്ട് നിനക്ക് എന്താ കാര്യം? ചോരി നീരുള്ള ഒരുപാട് പേരില്ലേ ഇവിടെ? അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ. അതെല്ലാം ആരാ ഇപ്പൊ നോക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു വെച്ച് താൻ പരിഭ്രമിക്കൊന്നും വേണ്ട. ഇപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണമെന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കുമ്പിൽ പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. ഞാൻ വ്യക്തമായി ധരിക്കുന്നത് ഇതേതോ ചാനലുകാര് വാടകയ്ക്കെടുത്തവരാണ്. സാർ, വളരെ മഹാന്മാരായ ആളുകൾ ഇരുന്നൊരു കസേരയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത് എന്നുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടാകണം. അത് തോന്നലാണല്ലോ. തോന്നലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ തോന്നൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. എന്റെ തോന്നൽ എനിക്ക് അതിൻ്റെതായ അനുഭവങ്ങളുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പ്രവർത്തിച്ച ഒരാൾ മാത്രമല്ല. അതിനു മുന്നിലും നിങ്ങളെ എനിക്കറിയാം. നിങ്ങൾ ചെയ്ത രീതികളും അറിയാം. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? ഇതെന്ത് തരം രോഗം? ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്കതിന്റെ ഗൗരവം മനസ്സിലായോ? എൻ്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാവും. അന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. വന്നാൽ പറയാം. എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല. പിണറായി വിജയൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കാൻ എന്നെ അനുവദിക്കണം എന്ന് EP ജയരാജൻ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിക്കുകയുണ്ടായി. ഇതിന് പാർട്ടി സെക്രട്ടേറിയറ്റ് അനുമതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ അന്നേ പറഞ്ഞതാ ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന്. പറഞ്ഞാ കേക്കണ്ടായോ?
പോക്കറ്റിലുണ്ട്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. സാർ ഇതെല്ലാം അദ്ദേഹത്തിന്റെ തോന്നലാണ്. സാർ ഇവിടുത്തെ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രിക്കും തോന്നലുകളാണ്, ഇവിടെ DGPക്കും തോന്നലുകളാണ്, ഇവിടെ ജേക്കബ് തോമസിനും തോന്നലുകളാണ്. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മൻ ചേട്ടാ, എന്തോ കുഴപ്പമുണ്ടല്ലോ. സാർ ഇന്ന് എന്റെ കയ്യിൽ ഒരു കത്തുണ്ടാവും. സാർ ഈ കത്ത് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ജീവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. സാർ അതിൽ തന്നിട്ടുള്ള ഒരു വാചകം ഞാൻ ഇവിടെ വായിക്കാം. Don't rubbish about Mohammed Nisham or I will kill you or one of your family member. Don't be Pujari. അങ്ങ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അതീവ ഗൗരവമായിട്ട് നമുക്ക് പരിഗണിക്കാം. പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ആരോ ഒരു ഭീഷണിപ്പെടുത്തി ഒരു കത്ത് അയച്ചത് അങ്ങ് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ഒരു മരണം അതൊഴിവാക്കാനാവില്ല, ഇതിന് പരിഹാരമില്ല. ഭരണത്തിലും പാർട്ടിയിലും പുലി മുരുകനായി മാറിയ മുഖ്യമന്ത്രി പിണറായിക്ക് പക്ഷേ മാടമ്പള്ളി തറവാട്ടിലെ കുഴപ്പങ്ങളിൽ കുലുക്കമില്ലെന്നാണ് ഫാൻസ് അസോസിയേഷൻകാർ പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സ്വാശ്രയ സമരത്തിൽ ആദ്യം അടിതെറ്റിപ്പോയെങ്കിലും ഇടർച്ചയ്ക്കു ശേഷം നിയമസഭയിൽ ബാലൻസ് വീണ്ടെടുത്തു. ഭരണത്തിലെ വരയൻ പുലികൾ തമ്മിലുള്ള ചേരിപ്പോരിൽ വിജിലൻസ് പുലിക്ക് സ്വാതന്ത്ര്യം നൽകി. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ വൈകിയാണെങ്കിലും സമാധാന സൂക്തം ഉരുവിട്ടു. യഥേഷ്ടം വിഹരിക്കുന്ന പാർട്ടി ഗുണ്ടകളെയും പാർട്ടി വിരുദ്ധ ഗുണ്ടകളെയും പിടിച്ചുകെട്ടുമെന്ന് പ്രഖ്യാപിച്ചു. കോടതികളിൽ ക്രൗര്യം കാട്ടുന്ന മെരുങ്ങാത്ത അഭിഭാഷക പുലികളെയും വിരട്ടിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പാർട്ടിയിലും മന്ത്രിസഭയിലും പുലി മുരുകനെ വാഴ്ത്തുന്ന വായ്ത്താരി ഉയർത്തുകയാണ് മറ്റുള്ളവരുടെ പ്രധാന പണി. എന്ത് വകയാണെന്ന് പറയാൻ കഴിയും ആർക്കെങ്കിലും? എന്താണ് എൻ്റെ പിറന്നാൾ? മുരുകൻ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. 6 തലയിൽ ബുദ്ധിയും അതിനൊത്ത ശക്തിയുമുള്ള അറുമുഖനാണവൻ. നരഭോജികളായ വരയം പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. മുരുകനടഞ്ഞ നരസിംഹ. എല്ലാം ശരിയാക്കാം, എല്ലാം റെഡിയാക്കാം എന്ന് പറഞ്ഞു വന്ന അധികാരത്തിൽ വന്ന സർക്കാരാണിത്. ഈ സർക്കാരിൻ്റെ ആദ്യ പാദം കഴിഞ്ഞപ്പോൾ അടുത്തിറങ്ങിയ പുലിമുരുകൻ സിനിമയെ പോലെ അഴിമതിക്കെതിരായി വന്ന ഒരു സർക്കാർ, അഴിമതിയെ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞ സർക്കാർ, പുലിമുരുകനായി വന്ന് മക്കൾക്ക് വേണ്ടി മരിച്ച
ഡാഡി ഗിരിജയെ പോലെയായി ഈ സർക്കാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. മുരുക എന്ന് വിളിക്കുമ്പോൾ ആ പുലിമുരുകൻ അതിന്റെ സർവസംഹാര ഭാവത്തിൽ അഴിമതിക്കെതിരെ ചാടി വരും എന്നുള്ള കാര്യം നിങ്ങൾ കാത്തിരുന്നോളൂ. അതുകൊണ്ട് അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത, പുലിക്കെതിരെ അഴിമതിയുടെ വരയൻ പുലികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ മന്ത്രിമാരാകുന്ന പുലിമുരുകന്മാർ ഒന്നിച്ച് ആ നിലപാട് സ്വീകരിക്കും. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ഒരു ആദിവാസി മൂപ്പന്റെ കഥാപാത്രം ആ സിനിമ കണ്ട ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. ആദിവാസി മൂപ്പന്റെ നരഭോജികളായ വരയം പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവൻ. പക്ഷെ ആദിവാസി മൂപ്പൻ ഈ സിനിമയിൽ 10 ഡയലോഗേ പറയുന്നുള്ളൂ. ഈ 10 ഡയലോഗ് പറയാൻ ആദിവാസി മൂപ്പൻ വാ തുറക്കുന്നത് പുലിമുരുകനെ പ്രകീർത്തിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ പുലിമുരുകനിലെ ഈ ആദിവാസി മൂപ്പനെ പോലെയാണ്. അവർ അവരുടെ തട്ടകങ്ങളിൽ വലിയ ആൾക്കാരാണ്, പാരമ്പര്യ വിഷചികിത്സകരാണ്, അവർക്ക് ഭയങ്കര കഴിവുകളുണ്ട്, വലിയ 100 ആൾക്കാർ കൂടുതലുണ്ട്. പക്ഷെ സഭയിൽ വന്നാൽ അവരൊക്കെ സമയം എടുക്കുന്നത് ഈ പുലിമുരുകനെ പ്രകീർത്തിക്കാൻ വേണ്ടി മാത്രമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടന്നു പോകുന്ന വഴിയിലൂടെ നടന്നു പോകാൻ നിങ്ങൾ എരിഞ്ഞു വന്ന് ജനിച്ചിട്ട് വരണം. എന്റെ അമ്മയെ നാട്ടിച്ച്. സത്യം പറഞ്ഞാൽ അദ്ദേഹം കേരളത്തിൻ്റെ ഒരു പുലിമുരുകൻ തന്നെയാണ്. മനുഷ്യജീവൻ എടുക്കുന്ന പുലികളെ നേരിടാൻ സിനിമയിൽ പുലിമുരുകൻ എന്തു ചെയ്തോ അതുപോലെ തന്നെ ഇവിടുത്തെ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുന്ന പുലിമുരുകനാണ് നമ്മുടെ പിണറായി വിജയൻ. സിനിമ നന്നായി, നല്ല സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു.